ഏറ്റവും നല്ല ജാദ് അതേതാണ്? തഖ്വയാണ്. ജീവിതത്തിലേക്ക് വേണ്ടത് ഒരുക്കി വെക്കുമ്പോൾ മറന്നു പോകരുത്. പരലോകത്ത് വേണ്ടത് എന്താ? ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. വീടോ സമ്പത്തോ മരുന്നോ ഒന്നും അങ്ങോട്ട് ഖബറിലേക്ക് എടുക്കേണ്ടതില്ല. തഖ്വ മതി, തഖ്വ മതി. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് തവണ അല്ലാഹു പല സന്ദർഭങ്ങളിൽ റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു അത്തലാഖ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. സൂറത്തു തലാഖിന്റെ രണ്ടാമത്തെ ആയത്താണ് ഫഇദാ ബലഗ്ന അജലഹുന്ന എന്ന് തുടങ്ങുന്ന ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ തലാഖിനെ കുറിച്ചാണ് വളരെയധികം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിനെ കുറിച്ച് പല സലഫുകളും പല മുൻഗാമികളും സൂറത്തുൻ നിസാ അസ്സുഗ്റ എന്ന് പറഞ്ഞിരിക്കുന്നു. സൂറത്തുൻ നിസാ അസ്സുഗ്റ, സൂറത്തുൻ നിസാ അൽ കുബ്ര എന്നതാണ് ഖുർആനിലെ വലിയ സൂറത്തുൻ നിസാ. ഖുർആനിലെ വലിയ സൂറത്തുൻ നിസാ അതാണ് നമ്മൾക്കൊക്കെ അറിയാവുന്ന സൂറത്തുൻ നിസാ. സൂറത്തുൽ ഫാത്തിഹ, അൽ ബഖറ, ആല ഇമ്രാൻ, അൻ നിസാ. ഈ സൂറത്തിനെ പല മുൻഗാമികളും സൂറത്തുൻ നിസാ അസ്സുഗ്റ എന്ന് പറഞ്ഞിരിക്കുന്നു, ചെറിയ സൂറത്തുൻ നിസാ. കാരണം ഇതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞതുകൊണ്ട്. തലാഖിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തലാഖ് അവരുടെ ഇദ്ദയിൽ ആണ് ചെയ്യേണ്ടത്. അഥവാ ഹൈദ് ഉള്ള അവസ്ഥയിൽ തലാഖ് ചെല്ലാൻ പാടില്ല, ആർത്തവമുള്ള സമയത്ത് പാടില്ല. മറിച്ച് ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാവുകയും ആ ശുദ്ധികാലത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശുദ്ധി സമയത്ത് മാത്രമേ തലാഖ് പാടുള്ളൂ. ഗർഭിണികളെ തലാഖ് ചൊല്ലിയാൽ അത് ശരിയാണ്, തലാഖ് സംഭവിക്കും. ഇത് തലാഖിന്റെ വിധിയാണ് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കണ്ട, വളരെ സൂക്ഷിക്കണ്ട, അള്ളാഹുവിനെ നന്നായി സൂക്ഷിക്കേണ്ട, ആളുകളോട് അനീതിയും അതിക്രമവും സംഭവിക്കാതെ സൂക്ഷിക്കേണ്ട വിഷയമാണ് എന്നത് മറക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം ഈ ആയത്തിൽ പറയുന്നു, രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു ഫഇദാ ബലഗ്ന അജലഹുന്ന. ഫഇദാ ബലഗ്ന, അങ്ങനെ അവർ എത്തിയാൽ, അഥവാ ബലഗ്ന എന്നത് സ്ത്രീകളെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ബലഗ, ബലഗ, ബലഗു, ബലഗത്, ബലഗതാ, ബലഗ്ന. ആ സ്ത്രീകളെത്തിയാൽ, അജലഹുന്ന അവരുടെ അവധി എത്തിയാൽ എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലി ഇദ്ദ അവസാനിക്കുന്നതിനോടടുത്താൽ 3 ശുദ്ധികാലമാണ്. 3 ആർത്തവം വരുന്നത് വരേക്കാണ് ഒരു ഇദ്ദ, ഒരു സ്ത്രീയുടെ ഇദ്ദ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭർത്താവിൽ നിന്ന് പൂർണ്ണമായി അവൾ മോചിതയാകും, വിവാഹമോചിതയാകും. പിന്നെ ഇയാൾക്ക് അവളെ തിരിച്ചെടുക്കണമെങ്കിൽ പുതിയ നിക്കാഹും പുതിയ മഹറും ഒക്കെ ആവശ്യമാണ്, അവളുടെ സമ്മതം ആവശ്യമാണ്. അങ്ങനെയുള്ള ഇദ്ദയോടടുത്താൽ ഫഅംസികൂഹുന്ന ബിമഅറൂഫ്. ഫഅംസികൂഹുന്ന, നിങ്ങൾ അവരെ നിലനിർത്തുക. അംസകർ പിടിച്ചു എന്നാണ്, പിടിച്ചു. ഫഅംസികൂഹുന്ന, നിങ്ങൾ അവരെ നിലനിർത്തുക, അഥവാ വിട്ടേക്കാതിരിക്കുക. ബിമഅറൂഫിൻ, നല്ല നിലക്ക്.
ഒരിക്കൽ തലാഖ് ചൊല്ലി തിരിച്ചെടുത്തതാണ്. അതിന്റെ പേരിൽ ആ ദേഷ്യവും ഇതൊക്കെ കാണിച്ചിട്ട് നിലനിർത്തലല്ല. ബിമഅറൂഫിൻ, നന്മയോടെ, നല്ല നിലക്ക്, ഉറഫ് അനുസരിച്ച്. ഇതാണ് ബിമഅറൂഫ്. നാട്ടിൽ മാന്യന്മാരായ മുസ്ലിമീങ്ങൾ അവരുടെ ഭാര്യമാരോട് എങ്ങനെ പെരുമാറുന്നു ആ ഉറഫ് അനുസരിച്ചുകൊണ്ട്, ഉറഫ് അനുസരിച്ചുകൊണ്ട്, ബിമഅറൂഫിൻ, നന്മയോടെ, ഉറഫ് അനുസരിച്ചുകൊണ്ട് അവരെ നിലനിർത്തുക. ഔ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഫാരിഖൂഹുന്ന, അവരുമായി വേർപിരിയുക. ബിമഅറൂഫ്, അതും നല്ല നിലക്കാണ്, മാന്യമായി, നല്ല നിലക്ക്, ദ്രോഹമില്ലാതെ, അസഭ്യമില്ലാതെ, അവഹേളിക്കലില്ലാതെ മാന്യമായ നിലക്ക് ഒഴിവാക്കുക. വാഷ്ഹിദൂ, നിങ്ങൾ സാക്ഷികളാക്കുക. ദവൈ അദ്ലിൻ മിൻകും, അതിലുള്ള നീതിയുള്ള ദവൈ, രണ്ടുപേരെ. ദൂ അദിൽ, നീതിയുള്ള ഒരാൾക്ക് പറയും ദൂ അദിൽ, നീതിയുള്ള ഒരാൾ. ഇവിടെ ദവൈ അദിൽ എന്നാൽ നീതിയുള്ള രണ്ടുപേർ. മിൻകും, നിങ്ങളിൽ നിന്ന്. വഖീമു, നിങ്ങൾ നിലനിർത്തുക. അശ്ശഹാദത, സാക്ഷ്യം. ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി. ദാലികും, അതാകുന്നു. യുഅദു ബിഹി, നിങ്ങളോട് അല്ലാഹു ഉപദേശിക്കുന്നത്, നിങ്ങൾ ഉപദേശിക്കപ്പെടുന്ന കാര്യം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന അവരോട്. വമൻ യത്തഖില്ലാഹ്, ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുവോ, തഖ്വ പാലിച്ചുവോ, യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവനൊരു മഖ്റജ്, ഒരു പോംവഴി, ഒരു തുറവി കാണിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു അവനെ കുടുക്കിക്കളയുകയില്ല. വയർസുഖുഹു, അല്ലാഹു അങ്ങനെയുള്ളവന്, അവനെ സൂക്ഷിക്കുന്നവന് റിസ്ക് നൽകും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അയാൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ, അയാൾ ചിന്തിക്കാത്ത വഴിയിലൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് റിസ്ക് നൽകും. വമൻ യതവക്കൽ അലല്ലാഹ്, ആര് അള്ളാഹുവിൽ തവക്കുലാക്കിയോ, തന്റെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചുവോ, ഫഹുവ ഹസ്ബുഹ്, അങ്ങനെയുള്ളവന് അള്ളാഹു മതി, അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ബാലിഗു അംരിഹി, അവന്റെ കാര്യം നേടിയെടുക്കുന്നവൻ തന്നെയാണ്. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ നടപ്പിലാകും. പക്ഷേ ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ, ഖദ് ജഅല അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും ഖദ്റാ, ഒരു കണക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത്, അള്ളാഹു ഉദ്ദേശിച്ച തോതിൽ അല്ലാതെ ഒന്നും നടക്കുകയില്ല. നോക്കൂ എന്താണ് ഈ ആയത്തുകൾ, ഇതിന്റെ തഫ്സീർ. ഫഇദാ ബലഗ്ന അജലഹുന്ന, ആ സ്ത്രീകൾ അവരുടെ അവധി എത്തിയാൽ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല, അല്ലാഹു പറയുന്നു, ഫഇദാ ബലഗത്തിൽ മുഅതദ്ദാതു അജലഹുന്ന, ഇദ്ദയിലിരിക്കുന്ന അഥവാ ഭർത്താവ് തലാഖ് ചൊല്ലിയിട്ടുള്ള സ്ത്രീകൾ, അവർ അവരുടെ ഇദ്ദ എത്തിയാൽ, ഐ ശാറഫ്ന അലാ ഇൻഖിദാഇൽ ഇദ്ദ വഖാറബ്ന ദാലിക, ഇദ്ദ തീരാനായാൽ എന്നാണ് ഇവിടെ അർത്ഥം. കാരണം തീർത്തു പോയ പിന്നെ ഇയാൾക്ക് നിലനിർത്തുക എന്ന അവസ്ഥയില്ല. അപ്പൊ അതുകൊണ്ട് സന്ദർഭത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്, ഇദ്ദയോട് അടുത്താൽ, ഇദ്ദ കഴിയാറായാൽ, വലാകിൻ ലം തഫ്രിഖ് അൽ ഇദ്ദ ബിൽ കുല്ലിയ, ഈ ഇദ്ദ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമില്ല. ഫഹീന ഇദിൻ, അങ്ങനെയുള്ള സമയത്ത്, ഇമ്മ അൻ യഅസിമ അസ്സൗജു അലാ ഇംസാകിഹാ വഹുവ റജഅതുഹാ ഇലാ ഇസ്മതി നികാഹിഹി വലിസ്തിംറാരി ബിഹാ അലാ മാ കാനത് അലൈഹി ഇൻദഹ, ഒന്നുകിൽ ആ സമയത്ത് അയാളുടെ തലാഖിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ അത് പിൻവലിക്കാം, അയാൾക്ക് അവസരമുണ്ട്. രണ്ട് തലാഖേ നടന്നിട്ടുള്ളൂ, മൂന്നാമത്തെ തലാഖിന് മുൻപ്. ബിമഅറൂഫിൻ, നല്ല നിലക്ക്. ഐ മുഹ്സിനൻ ഇലൈഹാ ഫീ സുഹ്ബതിഹാ, അവളുമായി ബന്ധം നിലനിർത്താനാണ് തീരുമാനമെങ്കിൽ എന്ത് ഉണ്ടായിരിക്കണം? മുഹ്സിനൻ ഇലൈഹാ ഫീ സുഹ്ബതിഹാ, അവളുമായുള്ള സുഹ്ബത്തിൽ, അവളുമായുള്ള ജീവിതത്തിൽ അവൾക്ക് ഇഹ്സാൻ ചെയ്തിരിക്കണം, നന്മയോടെ കഴിയണം. വഇമ്മ അൻ യഅസിമ അലാ മുഫാറഖതിഹാ, അല്ലെങ്കിൽ ഇനി തലാഖിനാണ് തീരുമാനിച്ചതെങ്കിൽ, ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്, അവിടെ മഅറൂഫ്, ഐ മിൻ ഗൈരി മുഖാബഹത്തിൻ വലാ മുശാതമത്തിൻ വലാ തഅനീഫിൻ. മുഖാബഹത്ത് പാടില്ല, ആളെ ആകെ വഷളാക്കുക, അവരുടെ മോശമായ വശങ്ങളിങ്ങനെ പ്രചരിപ്പിച്ച് അതെടുത്തു പറഞ്ഞ്, അതുപോലെ ഷത്ം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ്. താനീഫ് എന്താണ്?
ക്രൂരത അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കാൻ പാടില്ല. ബൽ യുതല്ലിഖുഹ അലാ വജ്ഹിൻ ജമീലിൻ വസബീലിൻ ഹസൻ. ഇതൊരു വേർപിരിയലാണ്. അതുവരെ ഉണ്ടായിരുന്ന ബന്ധം ഒഴിവാക്കലാണ്. പക്ഷെ അവിടെ പോലും എന്തായിരിക്കണം അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? നല്ല നിലക്ക് ബിമഅറൂഫിൻ. ഇബ്നു കസീർ പറയുന്നു അലാ വജ്ഹിൻ ജമീൽ, ഭംഗിയായ രൂപത്തിൽ, സബീലിൻ ഹസൻ, നല്ല മാർഗത്തിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു നബിയോട് പറയാൻ കൽപ്പിച്ചില്ലേ, തആലി ഉമത്തിഅകുന്ന വഉസർരിഹ്കുന്ന സറാഹൻ ജമീല. നിങ്ങൾക്ക് ദുനിയാവിന്റെ വിഭവങ്ങളാണോ വേണ്ടത്? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരുപാടൊന്നുമില്ല നിങ്ങൾക്ക് തരാൻ. അതാണ് വേണ്ടതെങ്കിൽ വരൂ, മത്തിഅകുന്ന, ഞാൻ നിങ്ങൾക്ക് നല്ല മത്തായി തന്ന് തലാഖ് ചൊല്ലുമ്പോഴുള്ള ഒരു സമ്മാനമായി ഒരു നഷ്ടപരിഹാരം എന്നോണം ഭർത്താവ് കൊടുക്കും ഭാര്യയ്ക്ക്. അത് തന്ന് ഉസർരിഹ്കുന്ന സറാഹൻ ജമീല, ഭംഗിയായ രൂപത്തിൽ ഞാൻ ഒഴിവാക്കി തരാം എന്നതുപോലെ തലാഖാണെങ്കിലും ശരി, അനിവാര്യമായ ഘട്ടത്തിൽ തലാഖ് വേണ്ടി വന്നാൽ പോലും അതൊരിക്കലും അവിടെ പോലും ഒരു മോശമായ രൂപത്തിൽ ഉള്ള ഒരു പിരിയൽ പാടില്ല. നല്ല രൂപത്തിലായിരിക്കണം അതും ചെയ്യേണ്ടത്. ഫൈദാ ബലഗ്ന അജലഹുന്ന, അള്ളാഹു പറയുന്ന അവരവരുടെ അവധി എത്തിയാൽ അഥവാ ഇദ്ദ തീരാറായാൽ ഫാംസികൂഹുന്ന ബിമഅറൂഫ്, ഒന്നുകിൽ നല്ല നിലക്ക് അവരെ നിലനിർത്തുക, ഔ ഫാരിഖൂഹുന്ന ബിമഅറൂഫ്, അല്ലെങ്കിൽ നല്ല നിലക്ക് അവരുമായി പിരിയുക. വഅശ്ഹിദൂ, നിങ്ങൾ സാക്ഷിയാക്കുക, ദവൈ അദ്ലിൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള രണ്ട് നീതിയുള്ള സാക്ഷികളെ. എന്തിന് സാക്ഷിയാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? തലാഖിനാണോ അതുപോലെ റജഅത്തിനാണോ? രണ്ടിനും ആണ് സാക്ഷികൾ വേണ്ടത്. രണ്ടിനും സാക്ഷികളെ വെക്കുക എന്നത് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരാൾ സാക്ഷികളെ വെച്ചില്ലെങ്കിൽ തലാഖ് നടക്കുമോ? സാക്ഷികളാക്കിയില്ല, അയാൾ തലാഖ് ചൊല്ലി, തലാഖ് സംഭവിക്കും എന്നതാണ് ശരി. അതുപോലെ ഒരാൾ തിരിച്ചെടുത്തു, അതിനും സാക്ഷികളെ വെച്ചില്ല, പക്ഷെ തിരിച്ചെടുക്കലാവുമോ? ആവുമെന്നതാണ് ശരി. പക്ഷേ അത് ഒരു ശരിയായ രീതിയല്ല. രണ്ടിനും സാക്ഷികളെ വെക്കുക എന്നതാണ് ശരിയായ പൂർണ്ണമായ രീതി. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു അസർ ഉദ്ധരിച്ചു, അബൂദാവൂദും ഇബ്നു മാജയും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അന്നഹു സുഇല അനിർ റജുലി യുതല്ലിഖു ഇംറഅതഹു സുമ്മ യഖഉ ബിഹാ. ഒരാൾ അയാൾ തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലി, എന്നിട്ട് ഇദ്ദ തീരുന്നതിനുള്ളിൽ അയാൾ അവളുമായി ബന്ധപ്പെട്ടു. അത് യഥാർത്ഥത്തിൽ തിരിച്ചെടുക്കുന്നതിന്റെ ഒരു രൂപമാണ്. ഇദ്ദ കഴിയുന്നതിനുള്ളിൽ ഒരാൾ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയാൽ അയാൾ ആളെ തിരിച്ചെടുത്തു എന്നാണ് പ്രവൃത്തിയിലൂടെ, വാക്കുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും പാടില്ലാത്തതാണ്. അത് പിന്നെ വേറെ നിക്കാഹ് വേണം, മൂന്നാമത്തെ തൊലാഖ് അല്ലെങ്കിൽ വേറെ നിക്കാഹ് വേണം. അതല്ലാതെ അവളുമായി ബന്ധപ്പെടുക എന്നത് വളരെ കടുത്ത തെറ്റാണ്, വ്യഭിചാരമാണത്, ഫാഹിഷത്താണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ശൈത്താൻ ഇങ്ങനെയാണ് മനുഷ്യരെ കൊണ്ട് കളിക്കുക. അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ബന്ധമായിരിക്കെ അവളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും, ഒരു ഭക്ഷണം പോലും പ്രതിഫലം കിട്ടുന്ന കാര്യമായിരിക്കെ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും പുണ്യകരമായിരിക്കെ, ഹലാലായ ബന്ധത്തിലായിരിക്കെ, വിവാഹ ബന്ധത്തിലായിരിക്കെ ശൈത്താൻ വെറുപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റും. എന്നാലോ തെറ്റിയാൽ, ആ ബന്ധം പിന്നെ ഹറാമായാൽ, തലാഖ് ചൊല്ലപ്പെട്ടാൽ പിന്നെ അതാ ശൈത്താൻ അടുപ്പിക്കുന്നു. എത്രയോ ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശൈത്താന്റെ തലാഅബാണ്, കളിയാണ്. അതുപോലെ തന്നെയാണ് പുറത്തുള്ള സ്ത്രീകളോട്, ആരുമല്ലാത്ത അജ്നബിയത്തായ പെണ്ണുങ്ങളോട് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ചായ്വ്. ഇവന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും കൂടുതലൊന്നും അവളുടെ അടുത്തില്ല. എന്നാൽ ശൈത്താൻ അങ്ങനെ കാണിക്കും. സഹോദരങ്ങൾ, ഇതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഇഫ്ഫ, അതിന്റെ കുറവാണ്, നമ്മുടെ ഇഫ്ഫത്തിന്റെ കുറവാണ്. പുരുഷന്മാർ അവരുടെ കണ്ണുകളും അവരുടെ കാതുകളും അവരുടെ എല്ലാ അവയവങ്ങളും വ്യഭിചാരത്തിൽ നിന്ന്, ഹറാമിൽ നിന്ന് ഒഴിവാക്കാത്തതാണ് പലപ്പോഴും ഇതിനുള്ള കാരണം. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അവന്റെ കണ്ണുകൾ താഴ്ത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് പുറത്തുള്ള സ്ത്രീകളെ, അങ്ങനെയുള്ള ഹറാം ആയ കാര്യങ്ങളിലേക്ക് നോക്കാതെ അവന്റെ കണ്ണുകൾ സൂക്ഷിച്ചാൽ, അവന്റെ ലൈംഗികാവയവത്തെ സൂക്ഷിച്ചാൽ, അള്ളാഹു അവന് ഹലാലാക്കിയ ബന്ധം അവന് ഏറ്റവും മധുരമുള്ളതായിരിക്കും.
ചില ആളുകൾ അവരുടെ കുടുംബജീവിതത്തിൽ അയാളുടെ ഭാര്യ അയാൾക്ക് പിന്നെ ശാരീരികമായി യാതൊരു കേടുണ്ടാവില്ല, യുവതിയായിരിക്കും, ഭംഗിയുള്ളവളായിരിക്കും, എന്നാലും പല ആളുകൾക്കും സ്വന്തം ഭാര്യയോട് താല്പര്യം ഉണ്ടാവില്ല. എന്താണ് കാര്യം? പലപ്പോഴും ഇതാണ് കാരണം. കാരണം അവനവന്റെ കണ്ണുകൾ നിയന്ത്രിക്കുന്നില്ല, അവനവന്റെ സംസാരം നിയന്ത്രിക്കുന്നില്ല. ഇതൊക്കെ പലപ്പോഴും ഇതിന് കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരെ തിരിച്ച് അള്ളാഹുവിനെ ഈ വിഷയത്തിൽ സൂക്ഷിക്കുന്ന ആളുകൾ, തന്റെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന ആളുകൾ, അവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഹലാലാക്കിയ ജീവിതം, അവന്റെ ഭാര്യയുമായി ഉള്ള ജീവിതം ഏറ്റവും മധുരമുള്ളതാക്കി കൊടുക്കും. അത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ നബിമാർ, അള്ളാഹുവിന്റെ അംബിയ, അള്ളാഹുവിന്റെ നബിമാർ അങ്ങനെയുള്ളവരായിരുന്നു. ഷഹ്വ, ശാരീരികമായുള്ള ലൈംഗികമായുള്ള ആഗ്രഹവും അതുപോലെ അതിനുള്ള ശേഷിയും ശക്തിയുമെല്ലാം വളരെയധികം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ നബിമാർക്ക് അലൈഹിമുസ്സലാത്തു വസ്സലാം. എത്രത്തോളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രിയിൽ അവിടുത്തെ എല്ലാ ഭാര്യമാരുടെ അടുത്തേക്കും ചെല്ലുകയും എല്ലാവരുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. സഹാബിമാർ ചോദിച്ചു, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധിക്കുമോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പറയാറുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് 30 പേരുടെ ശക്തി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന്. പണ്ഡിതന്മാർ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പല പണ്ഡിതന്മാരും പറഞ്ഞു, അവരുടെ ഐഫത്ത് ഇതിന് കാരണമാണ്. കണ്ണുകളെ നിയന്ത്രിക്കുന്നതിൽ, ഹറാമായതിലേക്ക് നോക്കാതിരിക്കുന്നതിൽ അള്ളാഹുവിന്റെ നബിമാരെക്കാളും സൂക്ഷ്മത പാലിക്കുന്ന ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് ഹലാലാക്കിയ ബന്ധത്തിൽ അള്ളാഹു അവർക്ക് ഏറ്റവും മധുരവും ഏറ്റവും നല്ല രൂപത്തിൽ അത് ആസ്വദിക്കാനുള്ള തൗഫീഖും അള്ളാഹു അവർക്ക് കൊടുത്തു. മുഅ്മിനുകൾ അള്ളാഹുവിന്റെ നബിമാരുടെ അനുയായികളാണ്. അള്ളാഹുവിന്റെ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്തതെല്ലാം ഒരു അളവിൽ ആ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന മുഅ്മിനുകൾക്ക് ഉണ്ടാകുമെന്നാണ്. എത്രത്തോളം അത്ഭുതകരമായ പല കാര്യങ്ങളും പോലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനുകളിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുമല്ലോ. ഇത് എല്ലാം എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റുന്നു എന്നതിനനുസരിച്ചായിരിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കേവർക്കും ഇതുപോലുള്ള വിഷയങ്ങളിൽ റബ്ബിനെ സൂക്ഷിക്കാൻ, നമ്മുടെ കണ്ണുകൾ നിയന്ത്രിക്കാൻ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ, ഖൽബിനെ നിയന്ത്രിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم اغفر ذنوبنا وطهر قلوبنا وحصن فروجنا يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അശ്ഹദു ദവൈ അദ്ലിൻ മിൻകും, നിങ്ങൾ രണ്ടുപേരെ സാക്ഷികളാക്കുക. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നു പറഞ്ഞു, ഒരാൾ തന്റെ ഭാര്യയെ തലാഖ് ചൊല്ലി, എന്നിട്ട് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അപ്പൊ തിരിച്ചെടുത്തു. എന്നാൽ വലം യുശ്ഹിദ അലാ തലാഖിഹാ വല അലാ റജഅതിഹാ, അയാൾ തലാഖ് ചൊല്ലിയപ്പോഴും തിരിച്ചെടുത്തപ്പോഴും സാക്ഷികളെ വെച്ചില്ലായിരുന്നു, ആരും സാക്ഷികളാക്കിയിട്ടില്ല. ഫഖാൽ, അപ്പോൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അയാളെ കുറിച്ച് പറഞ്ഞു, തല്ലഖ്ത ലിഗൈരി സുന്നഹ വറജഅത ലിഗൈരി സുന്നഹ അശ്ഹിദ അലാ തലാഖിഹാ വഅലാ റജഅതിഹാ വല തഉദ്. നീ തലാഖ് ചൊല്ലിയതും സുന്നത്തിനനുസരിച്ചല്ല, നീ തിരിച്ചെടുത്തതും സുന്നത്തിനനുസരിച്ചിട്ടല്ല, നീ സാക്ഷികളെ വെക്കുക, ഇനി ഇത് ആവർത്തിക്കാനും പാടില്ല. അപ്പൊ കഴിഞ്ഞുപോയ തലാഖും അതുപോലെ തിരിച്ചെടുക്കലും ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാത്തിലാക്കിയിട്ടില്ല, അത് നടന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ യഥാർത്ഥ തലാഖല്ല, തലാഖ് സുന്നിയ, തലാഖ് ബിദ്അ, തലാഖ് സുന്ന എന്ന് പറയാറുണ്ട്. നമ്മൾ മുമ്പ് ആദ്യത്തെ സൂറത്തുൽ തലാഖിന്റെ 1-ാമത്തെ ദർസിൽ നമ്മളത് പറഞ്ഞതാണ്, തലാഖ് സുന്ന, തലാഖ് ബിദ്അ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചിട്ടല്ല നീ തലാഖ് ചൊല്ലിയതും നീ തിരിച്ചെടുത്തതും. നീ സാക്ഷികളെ വെക്കുക, കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, വല തഉദ്, ആവർത്തിക്കുകയും ചെയ്യരുത്. അപ്പോ ശരിയായ രൂപം ഒരാൾ സാക്ഷികളെ വെക്കുക എന്നതാണ്, തലാഖ് ചൊല്ലുമ്പോഴും അതുപോലെ തിരിച്ചെടുക്കുമ്പോഴും. എന്നാൽ അങ്ങനെ വെക്കാതിരുന്നാൽ അയാൾ ചെയ്ത തലാഖും തിരിച്ചെടുക്കലും ഒക്കെ ശരിയാകുമോ? ശരിയാണ്, അത് ആ കാര്യം ബാത്തിലാവുകയില്ല. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ബാത്തിലാകലും അതുപോലെ അത് പൂർണ്ണമാകാതിരിക്കലും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഏതുപോലെ ഒരാൾ നോമ്പിന് എന്തെങ്കിലും മോശമായത് സംസാരിച്ചു, ഒരാൾ അശ്ലീലം പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരുവന്റെ ഗീബത്ത് പറഞ്ഞു,
അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തന്റെ നാവിനെ നിയന്ത്രിക്കാത്തവൻ അവന്റെ നോമ്പ് കൊണ്ട് അല്ലാഹുവിനെ അതൊരു കാര്യമില്ല, തെറ്റാണ്, നോമ്പിന് അങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, അവൻ ആ നോമ്പ് പിന്നെ എടുത്തു വിട്ടേണ്ടതില്ല. നോമ്പ് ബാത്തിലായിട്ടില്ല. അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, എന്നാ ഭക്ഷണം കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ കരുതി കൂട്ടി ആ നോമ്പ് ബാത്തിലായി. നോമ്പിന് അങ്ങനെ ചെയ്യൽ ഹറാമാണ്. നോമ്പിന് അങ്ങനെ ചെയ്താൽ നോമ്പ് ബാത്തിലായി എടുത്തു വിട്ടണം. അതുപോലെയല്ല സംസാരത്തിൽ പാളിച്ച പറ്റിയാൽ എന്നതുപോലെയുള്ള ചില ഹുക്മുകളുണ്ട്. ഒരു കാര്യം ശരിയല്ല എന്ന് പറയലും ആ കാര്യം ബാത്തിലാണ് എന്ന് പറയലും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽപ്പെട്ടതാണ് സ്ത്രീകൾ മഹ്റമില്ലാതെ ഹജ്ജിനോ ഉംറക്കോ പോവുക എന്നത്. സ്ത്രീ പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും വാർത്തകളിൽ വന്നു, യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഒരു സ്ത്രീ, അത് പ്രായമുള്ളവരാകട്ടെ ചെറുപ്പക്കാരിയാകട്ടെ, സ്ത്രീകൾ മഹ്റമായ ഒരു പുരുഷൻ, വിവാഹബന്ധം ഹറാമായ ഒരു പുരുഷൻ അഥവാ അടുത്ത ബന്ധു, ഉപ്പ, ആൺമക്കൾ, ആങ്ങളമാരുടെ മക്കൾ, സഹോദരന്മാരുടെ മക്കളും സഹോദരിമാരുടെ മക്കളും ഇവർക്ക് സ്ത്രീകൾക്ക് മഹ്റമുകളാണല്ലോ. അതല്ലെങ്കിൽ ഭർത്താവ്. കൂടെ ഇല്ലാതെ ഒരു പെണ്ണിന് ദീർഘയാത്ര പാടില്ല, ഹറാമാണ്. ദീർഘയാത്ര പാടില്ല. യാത്ര എന്ന് തോന്നുന്ന ദൂരം, യാത്രയെ അനുഭവപ്പെടുന്ന ദൂരം, അതാണ് യാത്ര. അല്ലാതെ തൊട്ടടുത്തെങ്കിലും പോയി വരുന്നതല്ല. യാത്രയാണെന്ന് അനുഭവപ്പെടുന്ന ദൂരം ഹറമായ ഒരു പുരുഷൻ കൂടെ വേണം. അല്ലാത്ത യാത്ര ഹറാമാണ്. അത് ഹജ്ജിനായാലും ഉംറക്കായാലും ആ യാത്ര ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല, കുറ്റുണ്ടാവും. പക്ഷേ ഒരു പെണ്ണങ്ങനെ പോയി ഉംറ ചെയ്തു, ഹജ്ജ് ചെയ്തു. ഉംറയുടെ ഹജ്ജിന്റെ വിധി എന്താണ്? സഹിഹ്. അത് സഹിഹാണ്. ഉംറ ഹജ്ജ് എന്തല്ല, ബാത്തിലല്ല. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ നിർബന്ധമായ ഒരു ഹജ്ജ് ഒരു മഹറം ഇല്ലാതെയാണ് പോയി ചെയ്തത്, ആ ഹജ്ജ് സഹിഹാണ്. അവരിനി ഒരു ഹജ്ജ് ചെയ്യൽ നിർബന്ധമില്ല. പക്ഷെ ചെയ്ത യാത്ര ഹറാമാണ്, അതിന് കുറ്റമുണ്ട്. അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ട്. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പൈസയുണ്ട്, പോകാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്, പോകാൻ മഹറമായ ഒരു പുരുഷനില്ല എങ്കിൽ അവൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഹജ്ജ് മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പണക്കാരിയാണെങ്കിലും ഒരു സ്ത്രീക്ക് നിർബന്ധമുള്ളൂ. പക്ഷെ മഹറമില്ലാതെ ഒരു പെണ്ണ് പോയി, യാത്ര ഹറാമാണ്, ചെയ്തത് ഹറാമാണ്. ഹജ്ജിന്റെ വിധി എന്താണ്? അത് സഹിഹാണോ? അത് ബാത്തിലാണോ? ബാത്തിലല്ല, ഹജ്ജ് സഹിഹാണ്, ഉംറ സഹിഹാണ് എന്നതുപോലെയാണ് കാര്യം. അങ്ങനെയാണ് ചില വിഷയങ്ങൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാര്യം ബാത്തിലാവുക എന്നതും അത് പാടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വീണ്ടും ചെയ്യേണ്ടതുണ്ടോ എന്ന വിധിയാണ് ബാത്തിലാണെന്ന് പറഞ്ഞാൽ വരിക. അപ്പൊ അത് വീണ്ടും ചെയ്യേണ്ടി വരും. ബാത്തിലാണെന്ന് പറഞ്ഞാൽ പിന്നെയും അവർക്ക് നിർബന്ധമാകും. ഏതുപോലെ നോമ്പിന് ഇതുപോലെ സംസാരിക്കുക എന്നതുപോലെ. അപ്പൊ ഇങ്ങനെ സാക്ഷികളെ ഒരാൾ വെച്ചില്ല, തലാഖ് കൊല്ലുമ്പോൾ 2 സാക്ഷികളെ വെച്ചില്ല, തിരിച്ചെടുക്കുമ്പോൾ സാക്ഷികളെ വെച്ചില്ല. അയാൾ തലാഖ് ശരിയാണോ? തലാഖ് നടന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ അയാൾ ചെയ്യാൻ പാടില്ലായിരുന്നു. തലാഖ് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചു. അപ്പൊ സാക്ഷികൾ വെക്കാതെ ആണെങ്കിലും ശരി, ഒരാൾ പറഞ്ഞാൽ തലാഖ് സംഭവിച്ചു, അതാണ് അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം. അള്ളാഹു പറയുന്നു, ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ദാലികും എന്നാണ് ദാലികും എന്ന് പറയുന്നത്. ഈ ദാലിക എന്നാൽ അത് എന്നാണ്. അത് ചില സന്ദർഭങ്ങളിൽ അഭിസംബോധിതരോട്, ആരോടാണോ പറയുന്നത് അവർക്കനുസരിച്ച് അത് മാറ്റം ഉണ്ടാവും. ദാലിക്കി എന്ന് ചിലപ്പോൾ പറയും സ്ത്രീകളോട്. അതുപോലെ 2 പേരാണെങ്കിൽ ദാലികുമ എന്ന് പറയും. അൻ തിൽകുമ അശ്ശജറ എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തിൽകുമ അശ്ശജറ, ആ മരം, അത് 2 പേരായതുകൊണ്ട്, ആദമിനോടും ഹവ്വായിനോടും ആയതുകൊണ്ട് അള്ളാഹു തിൽകുമ എന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരു പ്രയോഗമാണ് ദാലിക്കും. അത് എന്നാണ് അർത്ഥം. പക്ഷെ പറയുന്നത് ഒരു കൂട്ടം ആളുകളോട്, മുഅ്മിനുകളോട് മുഴുവൻ ആയതുകൊണ്ട് ദാലിക്കും എന്ന് പറഞ്ഞു. എല്ലാ സമയത്തും അങ്ങനെ പറയണമെന്നില്ല. അത് വേണമെങ്കിൽ പറയാം, പറയാതിരിക്കാം. ദാലിക്ക എന്ന് പറഞ്ഞാൽ തന്നെ ശരിയായി, അർത്ഥം ശരിയാണ്, അർത്ഥം തെറ്റുന്നില്ല. എന്നാൽ ചില സന്ദർഭത്തിൽ ഇങ്ങനെ അറബിയിൽ പ്രയോഗമുണ്ട്. ആ പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാലിക്കും, അതാണ് യുഅദു ബിഹി, ഉപദേശിക്കപ്പെടുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനോടുള്ള ഉപദേശമാണ്. ഇബ്നു കസീർ പറയുന്നു, ഹാദല്ലദീ അമർനാകും ബിഹി മിനൽ ഇശ്ഹാദി വ ഇഖാമത്തി ഷഹാദ
സാക്ഷികളെ വെക്കാനും സാക്ഷ്യം നേർക്കുനേരെ നിലനിർത്താനും അതിൽ കളവ് കാണിക്കാതിരിക്കാനുമുള്ള നിങ്ങളുടെ ഈ കൽപ്പന, നിങ്ങളോടുള്ള ഈ കൽപ്പന ഇന്നമാ യഅ്തമിറു ബിഹി മൻ യുഅ്മിനു ബില്ലാഹി വഅന്നഹു ശറഅ ഹാദാ വമൻ യഖാഫു ഇഖാബ അല്ലാഹി ഫിദ്ദാരിൽ ആഖിറ. ഈ റബ്ബിലും അതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷ, റബ്ബിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവൻ മാത്രമാണ് ഇത് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. വമൻ യത്തഖില്ലാഹ, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചുവോ തഖ്വ പാലിച്ചുവോ, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവന് ഒരു മഖ്റജ്, ഒരു പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്, ഏർപ്പെടുത്തുന്നതാണ്. വയർസുഖുഹു, അള്ളാഹുവിന് റിസ്ക് നൽകും, ഉപജീവനം നൽകും, സമ്പത്ത് നൽകും. മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ. വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹ്, ആർ അള്ളാഹു തവക്കുലാക്കിയിരിക്കുന്നോ അവന് അള്ളാഹു മതി. തഖ്വ എന്നതിന്റെ മഹത്തായ ഒരു ഫലം ആണ് ഈ ആയത്തിലുള്ളത്. പല സലഫുകളും പറഞ്ഞിട്ടുണ്ട്, പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട്. വഇന്ന അക്സറ ആയതൻ ഫിൽ ഖുർആനി ഫറജൻ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന, വഴി തുറന്നു കാണിക്കുന്ന, ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മെ കരകടത്തുന്ന ആയത്താണ് ഖുർആൻ. ഈ ആയത്ത് ഏതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വല്ലാഹ് എന്നതാണ് സഅാദത്തുദ് ദുനിയ വൽ ആഖിറ, ഉൻവാനു സഅാദ. എല്ലാ സൗഭാഗ്യത്തിന്റെയും, ഈ ലോകത്തും പരലോകത്തുമുള്ള സകല സൗഭാഗ്യത്തിന്റെയും അടിസ്ഥാനമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. തഖ്വല്ലാഹ് അള്ളാഹുവിന്റെ നബിമാർ മുഴുവൻ ജനങ്ങളോട് പറഞ്ഞതാണ്. എല്ലാ നബിമാരും വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു അലാ തത്തഖൂൻ അലാ തത്തഖൂൻ അലാ തത്തഖൂൻ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? നബിമാര് മുഴുവൻ പറഞ്ഞത് അതാണ്. അള്ളാഹുവിന്റെ അംബിയാ പറഞ്ഞത് നമുക്ക് കാണാം, പഴയകാല നബിമാര് തൊട്ട്. ഇന്ന അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറുൻ മുബീൻ അൻ അഅ്ബുദുല്ലാഹ വത്തഖൂഹു വഅതിഊൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് എല്ലാ നബിമാരും പറഞ്ഞതാണിത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു. ജനങ്ങളെ ഒന്നാകെ വിളിച്ചിട്ട് റബ്ബ് പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ജനങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക? തഖ്വയുടെ അടിവേരാണ് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് ജനങ്ങളെ ഒന്നാകെ വിളിച്ചിട്ട് അള്ളാഹു അത് പറഞ്ഞത്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടല്ലാതെ. നോക്ക്, അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ഒന്നാമതായി ഖുർആൻ ഒരാൾ തുറന്നു വെച്ചാൽ ആദ്യമായി അള്ളാഹു ജനങ്ങളെ, മനുഷ്യരെ എന്ന് വിളിച്ച വിളി ഏതാണെന്ന് ചോദിച്ചാൽ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും. ബാക്കി എന്താണ്? ലഅല്ലകും തത്തഖൂൻ. ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബകും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങളെ പടച്ച, നിങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന റബ്ബിനെ. അല്ലദീ ഖലഖകും, ഏതൊരുവനാണോ നിങ്ങളെ പടച്ചത്. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച റബ്ബിനെ. കാരണം ബാക്കിയൊക്കെ മഖ്ലൂഖാണ്. ഒരു മഖ്ലൂഖ് എങ്ങനെ മഖ്ലൂഖിനെ ഇബാദത്ത് ചെയ്യും? ഒരു പടപ്പ് വേറൊരു പടപ്പിനെ ഇബാദത്ത് ചെയ്യുക എന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറെയില്ല. മറിച്ച് മഖ്ലൂഖ് മുഴുവൻ ഇബാദത്ത് ചെയ്യേണ്ടത് അവരുടെ ഖാലിഖിനെയാണ്. അതാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ഇതെല്ലാം അല്ലാഹുവിന്റെ പടപ്പുകളാണ്, അവന്റെ സൃഷ്ടികളാണ്. ഒന്നെനിക്ക് കാണിച്ചു തരൂ, അവനല്ലാത്തവരെന്തിനാണ് പടച്ചിട്ടുള്ളത്? ഒന്നിനെയും പടച്ചിട്ടില്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബ വലൗ ഇസ്തമഉ ലഹു വയസ്ലുബുഹും അദ്ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ ദഅഫ അത്താലിബു വൽ മത്ലൂബ് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ഓ മനുഷ്യരെ, അല്ലാഹു ഇതാ ഒരു ഉദാഹരണം പറയുന്നു. നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്നവർ, ഒരീച്ചയെപ്പോലും പടക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല. അവരെല്ലാവരും അതിനൊരുമിച്ച് ചേർന്നാൽ. ഈ ചവരിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ, ഈച്ചക്ക് എന്താണ് എടുത്തുകൊണ്ടുപോകാൻ കഴിയുക? ഇത്രയും നിസാരമായത് കൊണ്ടുപോയാൽ അതിൽ നിന്നത് തിരിച്ചു വാങ്ങാൻ പോലും സാധ്യമല്ല. തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലരാണ്.
അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹു ഖവിയാണ്, അവൻ അസീസാണ്, എല്ലാ ഖുവ്വത്തും എല്ലാ ശക്തിയുമുള്ളവൻ, എല്ലാ ഇസ്സത്തും അഥവാ അന്തസ്സുമുള്ളവൻ, തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ലാത്തവൻ, പിടുത്തത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്തവൻ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് ഖാലിഖ്, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചവൻ. അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, അവന്റെ ശിക്ഷയെ നിങ്ങൾ തടുക്കുവാൻ. അപ്പൊ തഖ്വ എന്നത് വേണോ? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, തൗഹീദ്, അതില്ലാതെ തഖ്വയില്ല. അതുകൊണ്ടാണ് ജനങ്ങളെ അള്ളാഹു വിളിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യം അവനെ മാത്രം ഇബാദത്ത് ചെയ്യണം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. മുഅ്മിനുകളെ വിളിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. ഇനി നോക്ക്, അള്ളാഹു നബിമാരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞത് യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ്. ഓ നബിയെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബിയെ പ്രത്യേകം വിളിച്ചിട്ട് അള്ളാഹു സ്ത്രീകളെ പ്രത്യേകം വിളിച്ചിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വത്തഖീനല്ലാഹ്. ഓ സ്ത്രീകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അൻ ഇത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ വസിയത്താകുന്നു അൻ ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നത്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഒരുക്കി വെക്കപ്പെട്ടതാകും സ്വർഗം. അതുകൊണ്ട് തഖ്വ അതൊരുവന് കിട്ടിയോ അവൻ രക്ഷപ്പെട്ടു. എല്ലാ ദുനിയാവിലും ആഖിറത്തിലും അവൻ നഈമിലാണുള്ളത്, അവൻ സുഖത്തിലാണുള്ളത്. അള്ളാഹു അവന് ഒരിക്കലും അവൻ കുടുങ്ങിപ്പോവുകയില്ല. അള്ളാഹു വിശാലത നൽകും. ഏത് കുരുക്കിലും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ. എന്താണ് തഖ്വ എന്നാൽ? അതിന് വളരെ ജാമിആയ, വളരെ ആശയസമ്പുഷ്ടമായ ഒരു വിശദീകരണമാണ് അൻ തഅമല ബിതാഅത്തില്ലാഹ് റജാഅ റഹ്മത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. അള്ളാഹുവിനെ നീ സൂക്ഷിക്കലാണ്, അള്ളാഹുവിനെ നീ അനുസരിച്ച് പ്രവർത്തിക്കലാണ്, അവന്റെ കൽപ്പന നീ അനുസരിക്കലാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, തർജു സവാബ് അല്ലാഹ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നൂറനുസരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബ് പഠിപ്പിച്ചതുപോലെ അവന്റെ കൽപ്പന അനുസരിച്ച് നീ പ്രവർത്തിക്കണം. അതുപോലെ തർക്കു മഅസിയത്തില്ലാഹ്, അൻ തത്റുക മഅസിയത്തല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. വ്യത്യസ്തമായ ചില ചെറിയ വ്യത്യാസങ്ങളോടെ സലഫുകളിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞത് നീ ഒഴിവാക്കലാണ്, അവന്റെ ശിക്ഷയെ നീ ഭയപ്പെട്ടുകൊണ്ട്, അവനിൽ നിന്നുള്ള നൂറനുസരിച്ചുണ്ട്. എനിക്ക് തോന്നിയത് നന്മയും തിന്മയുമായി നീ തീരുമാനിക്കലല്ല, പടപ്പുകൾക്ക് വേണ്ടി ചെയ്യലല്ല, റബ്ബിന് വേണ്ടി ചെയ്യൽ. അവൻ കൽപ്പിച്ചതനുസരിക്കൽ, അവൻ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കൽ. ഇതാണ് തഖ്വ. പല സലഫുകളും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എന്നാൽ, തഖ്വ എന്നാൽ മുള്ളുകൾ നിറഞ്ഞ ഒരു പാതയിലൂടെ നീ എങ്ങനെ നടക്കുമോ അതുപോലെ നീ നടന്നു നീങ്ങലാണ്. ചവിട്ടാതെ, അപകടം പറ്റുന്ന രൂപത്തിൽ ചവിട്ടാതെ നീ കടന്നു പോകലാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ അനുസരിക്കുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ഇതിന്റെ ഫലങ്ങൾ വളരെ മഹത്തായതാണ്. അതിൽപ്പെട്ട വളരെ മഹത്തായ ഒരു കാര്യമാണ് അള്ളാഹുവിടെ നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. വമൻ യത്തഖില്ലാഹ്, ആർ അള്ളാഹുവെ സൂക്ഷിച്ചോ, യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു അവന് മഖ്റജ്, ഒരു മഖ്റജ് ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. മഖ്റജ് എന്നാൽ ഖറജ, പുറത്തേക്ക് പോയി. മഖ്റജ് എന്ന് പുറത്തു പോകാനുള്ള സ്ഥലം, പോം വഴി, പുറത്തു കടക്കാനുള്ള മാർഗം. അബ്ദുല്ലാഹിബ്നു അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വയർസുഖുഹു, അവന് അല്ലാഹു റിസ്ക് നൽകും, മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിൽ. എത്ര എത്ര നബിമാർ അവരെ തഖ്വ കൊണ്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ അനുയായികളായ അവരുടെ സഹാബ, നല്ലവരായ സാലിഹുകൾ. എന്തിന്? നമുക്ക് ചുറ്റും നോക്കൂ നിങ്ങൾ. സാലിഹുകളായ, മുത്തഖികളായ, റബ്ബിനെ സൂക്ഷിച്ച ഒരുപാട് ഒരുപാട് ആളുകൾ അവരുടെ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, നമുക്ക് പറഞ്ഞു തരും. തഖ്വ കൊണ്ട്, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ ഫലമായി അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള കുരുക്കുകൾ
അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്തിട്ടുള്ള റിസ്കിന്റെ വാതിലുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. മുൻഗാമികളുടെ ചരിത്രത്തിൽ എമ്പാടുമുണ്ട്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ മഹത്തായ വാഗ്ദാനമാണ്. ഈ ലോകത്ത് തന്നെ ഉള്ളതാണ്. ഈ ലോകത്ത് തന്നെ ഉള്ളതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അല അല്ലാഹ് ആരല്ലാഹു തവക്കുലാക്കിയോ ഫഹുവ ഹസ്ബുഹു അവന് അല്ലാഹു മതി. തവക്കുൽ എന്നാൽ അതിനർത്ഥം നീ സബബുകൾ പ്രവർത്തിക്കണം, കാരണങ്ങൾ നീ പ്രവർത്തിക്കണം, എന്നിട്ട് നിന്റെ ഖൽബ് അല്ലാഹുൽ തവക്കുലാക്കണം. കാരണങ്ങൾ ഒഴിവാക്കുക, ചെയ്യാതിരിക്കുക എന്നതല്ല തവക്കുൽ. അങ്ങനെയുണ്ട്. സൂഫികളുടെ തവാക്കു ഇത്തിക്കാലാണ്. സൂഫികളാണ് അതിന്റെ ആളുകൾ. ഒരു കാര്യം ചെയ്യൂല, അവരെ കുടുംബങ്ങളെ അവർ നോക്കേണ്ടവരെ പോറ്റേണ്ടവരൊക്കെ ഇഹ്മാലാക്കും. പറഞ്ഞാൽ അശ്രദ്ധരായി ഒഴിവാക്കിവിടും. ഇതെന്ത് തഖ്വയാണ്? ഇതെന്ത് തവക്കുലാണ്? അള്ളാഹുവിനെ സൂക്ഷിക്കലാണോ ഇത്? എന്നിട്ടിങ്ങനെ നടക്കുക തവക്കുലാണെന്ന് പറയുന്നു. ഇതൊരിക്കലും തവക്കുലല്ല, അത് ഇത്തിക്കാലാണ്, പാടില്ലാത്തതാണ്. മറിച്ച് അവന്റെ പണി എടുത്ത് ഖൽബ് അള്ളാഹുൽ അവലംബിക്കലാണ്. ശരീരം കൊണ്ട് നീ പ്രവർത്തിക്കണം, ഖൽബ് അള്ളാഹുവിൽ അവലംബിക്കൽ. ഖൽബ് കൊണ്ട് നീ ഒരിക്കലും ഈ സബബിൽ ദുനിയാവിൽ നീ ചെയ്യുന്ന കാരണത്തിൽ നിന്റെ ഖൽബിനെ നീ അവലംബിക്കാൻ കെട്ടിയിടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, ഒട്ടകത്തെ കെട്ടിയിടണോ അല്ല അഴിച്ചിട്ട് തവക്കുലാക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? യഖിൽഹാ വതവക്കൽ, അതിനെ കെട്ടിയിടൂ, നിന്റെ തവക്കുലാക്കും. കെട്ടിയിട്ടത് കൊണ്ട് നീ തവക്കുലില്ലാത്ത ആളാകുന്നില്ല, കാരണം നിന്റെ ശരീരം കൊണ്ട് നീ ചെയ്യേണ്ട പ്രവൃത്തിയാണത്. പക്ഷെ ഖൽബ് ഒരിക്കലും നീ കെട്ടിയ കയറിന്മേൽ നീ ബന്ധിക്കരുത്, അത് റബ്ബിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധങ്ങളിൽ പരിച ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണത്? അല്ലാഹുൽ തവക്കുലിനെതിരാണതെങ്കിൽ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചകൾ ഉപയോഗിച്ചിട്ടുണ്ട് വെട്ടേൽക്കാതിരിക്കാൻ എന്നതും അത് തവക്കുലിനെതിരല്ല. അതുപോലെ സബബുകൾ നീ ചെയ്യുക എന്ന് തവക്കുലിനെതിരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിനു വേണ്ടി അവർക്കൊരു വർഷത്തേക്കുള്ള അവർക്ക് വേണ്ടുന്ന സമ്പാദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഖരിച്ചു വെച്ചിരുന്നു ഖൈബർ വിജയത്തിന് ശേഷം. എന്നാൽ അവിടുത്തെ ദാനശീലം കൊണ്ട് അത് വേഗം തീർന്നു പോകുമായിരുന്നു, വേറെ കാര്യം. പക്ഷേ അത് ശേഖരിച്ചു വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മാതൃകയാണ്. തെറ്റല്ല. തവക്കുലിനെതിരാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യമനിൽ നിന്ന് ചില ആളുകൾ ഒന്നും എടുക്കാതെ, പൈസയും കാര്യങ്ങളൊന്നും എടുക്കാതെ ഹജ്ജിന് വരും. എന്നിട്ട് പറഞ്ഞു നഹ്നുൽ മുതവക്കിലൂൻ, നമ്മളാണ് തവക്കുലാക്കുന്ന ആളുകൾ. എന്നിട്ട് മക്കത്തെത്തിയ പിന്നെ ഇറക്കാൻ തുടങ്ങും. ആളുകളോട് ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. തസവ്വദു, നിങ്ങൾ യാത്രക്കുള്ള വിഭവങ്ങൾ ഒരുക്കണം, വേണ്ടത് എടുക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, എന്നാൽ മനസ്സിലാക്കണം ഏറ്റവും നല്ല സാദ് അതേതാണ്? തഖ്വയാണ്. ജീവിതത്തിലേക്ക് വേണ്ടത് ഒരുക്കി വെക്കുമ്പോ മറന്നു പോകരുത്. പരലോകത്ത് വേണ്ടത് എന്താ? ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. വീടോ സമ്പത്തോ മരുന്നോ ഒന്നും അങ്ങോട്ട് ഖബറിലേക്ക് എടുക്കേണ്ടതില്ല. തഖ്വ മതി. ഇങ്ങനെ ഖുർആനിൽ ഒരുപാട് തവണ അല്ലാഹു പല സന്ദർഭങ്ങളിൽ റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഇതാ വാഹനപ്പുറത്ത് നമ്മൾ കയറിയാൽ, വാഹനപ്പുറത്ത് കയറുന്നത് എന്തിനാണ്? യാത്ര പോകാനാണ്. എന്നാൽ ആ യാത്രയിൽ, ഈ ജീവിതയാത്രയിൽ നമ്മൾ ഓർക്കുന്നു, അല്ലാഹു പറഞ്ഞു വാഹനപ്പുറത്ത് നിങ്ങൾ കയറിയാൽ തസ്തവു അലാ ദുഹൂരിഹി ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. നമ്മൾ ഈ യാത്രയാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ പരലോകത്തേക്കുള്ള യാത്ര നമ്മൾ ഓർക്കുന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ നമ്മുടെ റബ്ബിലേക്ക് യാത്ര പോകുന്നവരാണ്. യാത്രക്കുള്ള വിഭവം ഒരുക്കുന്നിടത്തും യാത്ര പോകുന്ന വാഹനത്തിൽ കയറുന്നിടത്തും റബ്ബ് ഇത് പറഞ്ഞു. അതുപോലെ നോക്കൂ, ഖുർആനിൽ എത്ര സുന്ദരമാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ലിബാസ യുവാരി സൗആതികും വരീശ വലിബാസു തഖ്വ ദാലിക ഖൈർ. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു ലിബാസ യുവാരി സൗആതികും, നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം. വരീശ എന്താണ്? റീസ്, അതിന്റെ മുകളിൽ ധരിക്കുന്ന വസ്ത്രം. നമ്മളാരും ഇപ്പൊ ഔറത്ത് മറക്കാനുള്ളത് മാത്രം ധരിച്ചിട്ടാണ് വന്നത്? അല്ലല്ലോ. ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ധരിച്ചതിന്റെ മുകളിൽ പലതും ധരിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്.
അതാണ് റീഷ്. അത് ഭംഗിയാണ്. ഒന്ന് ഔറത്ത് മറക്കാൻ ആവശ്യമാണ്, അതിന് മുകളിലുള്ളത് ഭംഗിയാണ്. രണ്ടും അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. ഉടനെ അള്ളാഹു പറഞ്ഞു, ഇത് ശരീരം നിങ്ങൾക്ക് നല്ല ജീനത്തായി നല്ല ഭംഗിയോടെ കൊണ്ടുനടക്കാനുള്ളതാണെങ്കിൽ ലിബാസു തഖ്വ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രമുണ്ട് ഖൽബിൽ അണിയേണ്ടത്, ദാലിക ഖൈർ, അതാണ് നല്ലത്. അപ്പൊ നോക്കൂ, ദുനിയാവിലെ ഈ കാര്യവും നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ആഖിറത്തിലേക്കുള്ള കാര്യവും അള്ളാഹു ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്തും ആഖിറത്തിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് വഴികൾ തുറന്നു തന്നിരിക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, ഉറങ്ങാനീറ്റാലോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ, അവനിലേക്കാണ് മടക്കം, അവനിലേക്കാണ് തിരിച്ചു പോകാനുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞു വന്നത്, തവക്കുൽ എന്നാൽ നീ സബബുകൾ പ്രവർത്തിക്കണം, പക്ഷെ ഖൽബ് അല്ലാഹുവിൽ അവലംബിക്കണം. നിന്റെ പ്രവർത്തനം വളരെ നിസാരമാണെങ്കിൽ കൂടി നീ അത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്, നീ നിനക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ വളരെ താല്പര്യത്തോടെ ചെയ്യുക. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക. വലാ തഅജിസ്, കഴിവുകേട് കാണിക്കരുത്, കഴിവില്ലായ്മ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജിസിൽ നിന്നും കെസലിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയത്. എന്താണ് ആജിസും കെസലും തമ്മിലുള്ള ബന്ധം? ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ആജിസുള്ളവൻ അവനും പ്രവർത്തിക്കൂല, കെസലുള്ളവനും പ്രവർത്തിക്കൂല. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആജിസ് എന്നാൽ കഴിവുകേടാണ്, അവനക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാനുള്ള കഴിവില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. കെസലുള്ളവൻ ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷെ എന്തില്ല, തൗഫീഖില്ല, മടിയോണ്ട് ചെയ്യുന്നില്ല. രണ്ടുപേരുടെയും ഫലം ഒന്നാണ്, പ്രവൃത്തി നടക്കുന്നില്ല. രണ്ടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് രക്ഷ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കി, ഏത് കാര്യത്തിൽ ഈ രണ്ട് കാര്യമാണ് നമ്മൾ മുടക്കുക. ഒന്ന്, കാര്യം അറിയാം, അത് ചെയ്യാനുള്ള മടി, അല്ലെങ്കിലോ രണ്ടാമത്തോ അത് കാര്യം നമുക്ക് അറിയില്ല എന്നത്. രണ്ടും നമ്മെ മുടക്കിക്കളയും. ആജിസും കെസലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ നിന്ന് രക്ഷ തേടി, അത് നീ അജിസിന്റെ ആളാവരുത്, കഴിവുകെട്ടവനാവരുത് എന്ന് പറഞ്ഞു. മറിച്ച് ചെറുതാണെങ്കിലും നിന്റെ പ്രവൃത്തി നീ പ്രവർത്തിക്കുക. നോക്കൂ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം 19 വർഷക്കാലം അള്ളാഹു അവിടുത്തെ പരീക്ഷിച്ചു. രോഗം വന്നു, സമ്പത്ത് നശിച്ചു, മക്കൾ മരിച്ചു, ശരീരത്തിൽ ഖൽബല്ലാതെ ഒരവയവവും ആരോഗ്യത്തോടെ ബാക്കിയില്ലാതായി. ഉള്ളിലും പുറത്തുമുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും രോഗം വന്നു, വ്രണങ്ങൾ വന്നു, ആളുകൾ അടുക്കാതെയായി. അവിടുത്തെ ഭാര്യയല്ലാതെ മറ്റാരും അവിടുത്തെ അരികിലേക്ക് വരാതെയായി. അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് ക്ഷമിച്ചു, ദീർഘകാലം ക്ഷമിച്ചു. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ശിഫ, അവന്റെ തുറവി, അവൻ കാണിച്ചു തരുന്ന പോംവഴി അത് വരും, ഇൻഷാ അല്ലാഹ് വരും. അവിടുത്തെ അള്ളാഹു ശിഫ കൊടുക്കാൻ ഉദ്ദേശിച്ചു. എന്താണ് അള്ളാഹു ചെയ്തത്? അവിടുന്ന് കുളിക്കുകയായിരുന്നു. അള്ളാഹു പറഞ്ഞു, ഉർകുദ് ബിരിജ്ലിക് ഹാദാ മുഗ്തസലുൻ ബാരിദു വശറാബ്. സൂറത്ത് സാദിൽ അള്ളാഹു പറഞ്ഞു, ഉർകുദ് ബിരിജ്ലിക്, താങ്കളുടെ കാലിട്ടടിക്കുക ഭൂമിയിൽ. ഹാദാ മുഗ്തസലുൻ, ഇതാ ഒരു വെള്ളം വരുന്നു. മുഗ്തസലാണ്, കുളിക്കാനുള്ളതാണ്. മാത്രമല്ല ബാരിദും, തണുപ്പുള്ളതാണ്. വശറാബ്, കുടിക്കാനുള്ളതും. ശരീരത്തിന് പുറത്തൊഴിക്കാനും ഉള്ളിലൊഴിക്കാനും ഉള്ളതാണ്. നോക്ക്, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗിയാണ്, അവിടത്തേക്ക് ആരോഗ്യമില്ല. എന്നിട്ട് പോലും അവിടത്തേക്ക് കഴിയുന്ന ഒരു പ്രവൃത്തി അള്ളാഹ് ചെയ്യാൻ പറഞ്ഞു. എന്താണത്? കാലിട്ടടിക്കാൻ. കാലിട്ടടിക്കാതെ ഈ വെള്ളം ഒഴുക്കി കൊടുക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. പക്ഷെ അങ്ങനെയല്ല, അവിടുത്തെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തി ചെയ്യാൻ അള്ളാഹു പറഞ്ഞു, കാലിട്ടടിക്കാൻ. അങ്ങനെ അതാ വെള്ളം വരുന്നു. അത് കുടിച്ചപ്പോൾ ഉള്ളു മുഴുവൻ, ശരീരത്തിന്റെ ഉൾഭാഗം മുഴുവൻ ശിഫായി. ശരീരത്തിന്റെ പുറത്തത് അത് തടവിയപ്പോൾ ശരീരത്തിന്റെ പുറംഭാഗം മുഴുവൻ ശിഫായി. കുടിക്കാൻ വേണ്ടി അവിടുത്തെ അങ്ങോട്ടാക്കി ഭാര്യ ഇങ്ങോട്ടായിരുന്നു. അപ്പൊ ശിഫ ആയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഭാര്യ കണ്ടിട്ട് പറഞ്ഞു, ഒരു മുബ്തല, അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയനായ അവന്റെ ഒരു നബി അത് അവിടെ കുളിക്കാനുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നു ആളെ എന്ന് ചോദിച്ചു. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ അള്ളാഹു ശിഫ നൽകി. മറിയമിനോട് അവർ ഗർഭിണിയായിരിക്കെ അവർക്ക് കഴിയാത്ത, ശാരീരികമായി ശക്തിയില്ലാത്ത സമയത്ത് അള്ളാഹു പറഞ്ഞു,
വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ. ആ ഈത്തപ്പൻ തടി അത് നീ കുലുക്കുക, നിനക്ക് അതാ നല്ല രുചിയുള്ള ഈത്തപ്പഴങ്ങൾ അത് വീഴ്ത്തി തരും. അവർക്ക് കഴിയാത്ത ആ സമയത്തിലും കഴിയുന്ന ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ പറയും. എന്താണ് അത്? കുൽക്കാൻ. എന്നിട്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ കൊടുത്തത്. എന്നതുപോലെ നമുക്ക് കഴിയുന്ന പ്രവൃത്തി അതത്ര നിസാരമാണെങ്കിലും ചെയ്യുക, അള്ളാഹുവിനോട് സഹായം തേടുക, കഴിവുകേട് കാണിക്കാതിരിക്കുക. അതാണ് തവക്കുൽ. അതാണ് തവക്കുൽ. ഖൽബ് നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ജോലിയിലോ നമ്മുടെ ശമ്പളത്തിലോ മുതലാളിയിലോ ഒന്നും ഖൽബ് അവലംബിക്കാതിരിക്കുക, മറിച്ച് ഖൽബ് അല്ലാഹുവിൽ മാത്രം അവലംബിക്കുക. എന്നാൽ ചെയ്യേണ്ടത് ശരീരം കൊണ്ട് ചെയ്യുക, റബ്ബിനോട് സഹായം തേടുക. അങ്ങനെ നീ റബ്ബിൽ തവക്കുലാക്കിയാൽ വമൻ യതവക്കൽ അലല്ലാഹ്, ആരല്ലാഹുവിൽ തവക്കുലാക്കിയോ ഫഹുവ ഹസ്ബുഹ്, അല്ലാഹു മതി. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങും ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് ഇങ്ങനെ മറുപടി പറയപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുദീത വകുഫീത വവുഖീത. ഹുദീത്, നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ബിസ്മി പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വകുഫീത്, നിനക്ക് മതിയായിരിക്കും, റബ്ബ് നിനക്ക് മതി, റബ്ബിൽ തവക്കുലാക്കിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വവുഖീത്, നിനക്ക് സംരക്ഷണം കിട്ടിയിരിക്കുന്നു, കാരണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ശൈത്താന്മാർ ഒന്നാകെ മാറി നിൽക്കും. എന്നിട്ട് അവർ പറയും, കൈഫ ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖി. ഹിദായത്തും കിഫായത്തും വിഖായത്തും കിട്ടിയിട്ടുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, ആരല്ലാഹുവിൽ തവക്കുലാക്കിയോ അവന് അല്ലാഹു മതി. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രസിദ്ധമായ ഒരു ഹദീസ് നമ്മളൊക്കെ കേട്ടതാണ്, അത് ഉദ്ധരിച്ചിരിക്കുന്നു. എങ്കിലും കേൾക്കാം. عن عبد الله بن عباس أنه حدثه أنه ركب خلف رسول الله صلى الله عليه وسلم يوما. ابن عباس عبد الله بن عباس رضي الله عنه رسول الله صلى الله عليه وسلم വഫാത്താവുമ്പോൾ പോലും അവിടത്തേക്ക് 14 വയസ്സ് അടുപ്പിച്ച് മാത്രമേ പ്രായമുണ്ടായിട്ടുള്ളൂ. ചെറിയ കുട്ടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ഒരിക്കൽ ഒരേ വാഹനത്തിൽ കയറി. فقال له رسول الله صلى الله عليه وسلم, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് പറഞ്ഞു, യാ ഗുലാം, ഓ മോനെ, നബിയുടെ ബന്ധുവാണ്, ഉപ്പാന്റെ സഹോദരനായ അബ്ബാസിന്റെ മകനാണ്. ഓ മോനെ, ഇന്നി മുഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ഇതാ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. യാ ഗുലാം, ഓ മോനെ, ഇന്നി മുഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫദുക, അല്ലാഹു നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫദില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തജ്ദുഹു തുജാഹക, റബ്ബിനെ നിനക്ക് മുന്നിൽ കാണാം. അള്ളാഹുവിന്റെ സഹായം ഏത് സമയത്തും ദുനിയാവിൽ നിന്റെ മുന്നിലുണ്ടാകും. ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ല, എന്നാൽ സ്വർഗത്തിൽ മുഅ്മിനുകൾ അള്ളാഹുവിനെ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണും. വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം, നീ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഉ, അൽ ഉമ്മ അഥവാ ആളുകൾ മുഴുവൻ, ലോകർ മുഴുവൻ ഒരുമിച്ച് ചേർന്നു ഒറ്റ സംഘമായി, അലാ അൻ യൻഫഉക, നിനക്കെന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ, ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ കതബഹു അല്ലാഹു ലക, അവർ അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഒരു ഉപകാരവും നിനക്ക് ചെയ്തു തരാൻ അവരെ കൊണ്ട് കഴിയില്ല. ആരെ കൊണ്ട് കഴിയില്ല എന്നാണ്? ലോകത്തെല്ലാവരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ ഖദറില്ലാതെ സാധ്യമല്ല. വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക, ഇനി നിന്നെ ദ്രോഹിക്കാൻ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു, ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അള്ളാഹു നിനക്കുണ്ടാകണം എന്ന് എഴുതി വെച്ചതല്ലാതെ ഒന്നും ചെയ്യാൻ അവരെ കൊണ്ട് സാധ്യമല്ല. റൂഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞ അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. ഒരു മുഅ്മിൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് ഇതല്ല. അള്ളാഹുവിന്റെ ഈ ഹിഫ്ള് ഉണ്ടാവുക ആർക്കാണ്? ഈ ധൈര്യവും ഈ അമ്നും നിർഭയത്വം ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞവർക്കാണ്, ആദ്യം പറഞ്ഞ കാര്യം ചെയ്തവർക്കാണ്. ആദ്യം തന്നെ എന്താണ് പറഞ്ഞത്? ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നിന്നെ സൂക്ഷിക്കാൻ
നീ പ്രതീക്ഷ അർപ്പിക്കുന്ന റബ്ബ് എങ്ങനെയുള്ളവനാണ്? ഇതാ എല്ലാവരും കൂടിയാലും ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്തവനാണ്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതില്ലാതെ ഉള്ള ആരുടെ ധൈര്യവും അത് ധൈര്യമല്ല, വിഡ്ഢിത്തമാണ്. ആരുടെ നിർഭയത്വവും അത് എപ്പോ വേണമെങ്കിലും തകർന്നു പോകുന്നതാണ്. മറിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെ, അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിലൂടെ നിനക്ക് കിട്ടുന്ന നിർഭയത്വം, അതാണ് യഥാർത്ഥത്തിലുള്ളത്. അതല്ലാത്തത് വെറും അവകാശവാദങ്ങൾ മാത്രമാണ്. അത് പൊളിയും. ഈ ഹദീസിന്റെ വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ കൂടെ പറഞ്ഞു, وأن الفرج مع الكرب وأن النصر مع الصبر وأن الفرج مع الكرب وأن مع العسر يسرا تعرف إلى الله في الرخاء يعرفك في الشدة. رسول الله صلى الله عليه وسلم പറഞ്ഞു, നീ അള്ളാഹുവിനെ നിനക്ക് സുഖമുള്ള സമയത്ത് നീ നിന്റെ സാന്നിധ്യം അവനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ, നീ ഒരു പ്രയാസമില്ലാത്ത സമയത്ത് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അവനിലേക്ക് അടുക്കുക. എങ്കിൽ യഅരിഫ്ക ഫി ശിദ്ദ, നിനക്ക് പ്രയാസമുള്ള സമയത്ത് അവൻ നിന്നെ അറിയും, അവൻ നിന്നെ സഹായിക്കും. വഅന്ന അൻ-നസ്റ മഅ അസ്-സബ്ർ, ക്ഷമയുടെ കൂടെയാണ് സഹായം. വഅന്ന അൽ-ഫറജ മഅ അൽ-കർബ്, പ്രയാസത്തിന്റെ കൂടെയാണ് പോംവഴി. വഅന്ന മഅ അൽ-ഉസ്രി യുസ്റാ, പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുള്ളത്. അല്ലാഹു കൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ശേഷം എന്നല്ല. സയജഅലുല്ലാഹു ബഅദ ഉസ്രി യുസ്റാ എന്ന് ഈ സൂറത്തിലുണ്ട്. പക്ഷേ സൂറത്തുൽ ഇൻശിറാഹിൽ മഅ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രയാസത്തിന്റെ കൂടെ കൊണ്ട് എളുപ്പം. മാത്രമല്ല രണ്ടായത്തിലും ഉസ്ർ, പ്രയാസത്തെ അലിഫ്ലാം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, എന്നാൽ എളുപ്പത്തെ അലിഫ്ലാം ഇല്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അലിഫ്ലാം കൊണ്ട് പറഞ്ഞാൽ? രണ്ടായത്തിലും പറഞ്ഞ പ്രയാസം ഒന്നാണ്, അത് ഒറ്റൊന്നാണ്. എന്നാൽ രണ്ടായത്തിൽ പറഞ്ഞ യൂസർ എളുപ്പം, അത് വേറെ വേറെയാണ്. അതുകൊണ്ട് സലഫുകൾ പലരും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഒരു റിവായത്ത് വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ സനദിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? ലയ്യഗ്ലിബ ഉസ്റുൻ യുസ്റൈൻ, ഒരെളുപ്പത്തിന് ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പങ്ങളെ തോൽപ്പിക്കാൻ കഴിയും. ഒരു ഉസ്റിന് രണ്ട് യുസ്റിനെ തോൽപ്പിക്കാൻ കഴിയും. യുസ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു സഹായിക്കും ഇൻഷാ അള്ളാഹ്. അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, من نزل به حاجة فأنزلها بالناس كان قمنا ألا تسهل حاجته ومن أنزلها بالله أتاه الله برزق عاجل أو بموت آجل. رسول الله صلى الله عليه وسلم പറഞ്ഞു, من نزل به حاجة, ആർക്കെങ്കിലും വല്ല ഹാജത്തും ഉണ്ടായി. ചില റിവായത്തുകളിൽ ഫാഖ എന്ന് കാണാം, ആവശ്യം, ദാരിദ്ര്യം, അതിലധികവും സാമ്പത്തികമാണ്. അല്ലാഹു അഅലം, സാമ്പത്തികമായിട്ട് എന്താകട്ടെ, എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു പ്രയാസം ഒരാൾക്കുണ്ടായി. ഫഅൻസലഹാ ബിന്നാസ്, അയാൾ ആ പ്രയാസം ആരുടെ മുന്നിൽ ഇറക്കി വെച്ചു? ആളുകളുടെ മുന്നിൽ ഇറക്കി വെച്ചു. ആളുകളോടൊക്കെ ഇങ്ങനെ വഹിച്ചിട്ടുണ്ട് എന്ന കാവലാതി പറഞ്ഞ് ഓരോ സഹായത്തിന് തേടിയാൽ, അവരെ പ്രതീക്ഷിച്ച് നിന്നാൽ, കാന ഖമിനൻ അല്ലാ തുസഹല ഹാജതു, ഏറ്റവും കൂടുതൽ സാധ്യത എന്താണ്? അവന്റെ ആവശ്യം നിറവേറ്റപ്പെടാതിരിക്കാനാണ് ഏറ്റവും അവൻ അടുത്തിരിക്കുന്നത്, അവന്റെ സാധ്യത. എന്നാൽ വമൻ അൻസലഹ ബില്ലാഹ്, ആര് റബ്ബിന് മുന്നിൽ അവന്റെ ആവശ്യം, അവന്റെ പ്രയാസം ഇറക്കി വെച്ചുവോ, അതാഹു അല്ലാഹു ബിറിസ്ഖിൻ ആജിൽ ഔ ബിമൗതിൻ ആജിൽ, ഒന്നുകിൽ അവനെ അള്ളാഹു വേഗത്തിൽ ഈ ദുനിയാവിൽ തന്നെ വേഗം അവന് റിസ്ക് കൊടുത്ത് അള്ളാഹു അവനെ സഹായിക്കും, അതല്ലെങ്കിൽ അള്ളാഹു അവധി നിശ്ചയിച്ച മരണം കൊണ്ട് അള്ളാഹു അവനെ സഹായിക്കും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോകുക എന്നുള്ളത് എന്താണ്? റാഹത്താണ്. പിന്നെ ദുനിയാവിലൊരു പ്രയാസമില്ലല്ലോ. പിന്നെ ദുനിയാവിലൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും മരണത്തോടെ ഇല്ലാതെ മുഅ്മിനിന് റാഹത്താണ്. മുസ്തരീഹുൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട മുഅ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, റാഹത്തായവൻ. എന്നാൽ മരണപ്പെട്ട മോശമായ ജീവിതം നയിച്ചവനെ കുറിച്ച്, നിഷേധിയെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മുസ്തറാഹുൻ മിൻ, അവനെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് റാഹത്തായി മരിച്ചപ്പോൾ, അൽഹംദുലില്ലാഹ്, ബാക്കിയുള്ളവർക്കൊക്കെ റാഹത്തായി എന്ന്. അപ്പൊ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മരണം കൊടുക്കുക എന്നുള്ളത് റാഹത്താണ്. വേറെ ചില പണ്ഡിതന്മാർ ഹദീസിനെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, മൗത്ത് കൊണ്ട് ഉദ്ദേശം അവന്റെ മൗത്തല്ല, വേറെ ആരുടെയെങ്കിലും മൗത്ത് കൊണ്ട് അവിചാരിതമായി അവന് വല്ല റിസ്ക്കും വന്നു ചേരും, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുമെന്ന്. അപ്പോ ആളുകളുടെ മുന്നിലല്ല, റബ്ബിന്റെ മുന്നിലാണ് ആവശ്യങ്ങൾ ഇറക്കി വെക്കേണ്ടത്. അവനിൽ തവക്കുലാക്കുന്നതിന്റെ പൂർണ്ണതയാണ്.
അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് പറഞ്ഞത് ഹസ്ബി അല്ലാഹ് നിഅമൽ വക്കീൽ. റസൂലും സഹാബത്തും ഉഹദിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായതിനു ശേഷം വീണ്ടും അബൂ സുഫിയാൻ വരുന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ റസൂലും സഹാബത്തും പറഞ്ഞു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി കാര്യങ്ങൾ ഏൽപ്പിക്കാൻ, അവൻ എത്ര നല്ലവനാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തവക്കുലാക്കിയാൽ അല്ലാഹു സഹായിക്കും. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അല്ലാഹു അവന്റെ കാര്യം അത് നേടിയെടുക്കുന്നവനാണ്, അതിലേക്ക് എത്തുന്നവനാണ്. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എന്നാൽ അല്ലാഹു എല്ലാ കാര്യത്തിനും ഒരു ഖദർ വെച്ചിരിക്കുന്നു, ഒരു സമയം വെച്ചിരിക്കുന്നു, ഒരു തോത് വെച്ചിരിക്കുന്നു. അത് ആ നിശ്ചയിച്ച സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാഹു പറഞ്ഞു വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. സൂറത്തു ശൂറായിൽ അല്ലാഹു പറഞ്ഞു വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകൾക്ക് റിസ്ക് എല്ലാവർക്കും അങ്ങ് വിശാലമാക്കി കൊടുത്താൽ ബഗൗ ഫിൽ അർദ്, അവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ, എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലാണ് അവൻ ഇറക്കുക. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ, അവൻ അവന്റെ അടിമകളെ കുറിച്ച് ഏറ്റവും നന്നായി സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമാകും. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ഖൈർ. ഇപ്പൊ നമ്മൾ പലതും നടക്കണം എന്ന് വിചാരിക്കും, അതിപ്പോ നടക്കലല്ല ഖൈർ. അള്ളാഹു അതിന് സമയം വെച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് മാത്രമേ അവന്റെ കാര്യം അവൻ ചെയ്യുകയുള്ളൂ. വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.